ഇപ്പൊ കരയണ്ട, എല്ലാം മാറി വീട്ടിലേക്ക് വേഗം പോവാം. ഇപ്പൊ ടെൻഷൻ ആയാലേ കൂടുള്ളൂ. ഇപ്പൊ കരയണ്ട കേട്ടോ. എല്ലാവരും നമ്മളെ സഹായിച്ച് ഇപ്പനെ വേറെ രക്ഷപ്പെടുത്താൻ കഴിയും. എല്ലാരും കഴിയുന്നത്ര ഇപ്പനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് സഹായിക്കണം. എല്ലാരും മോനൊന്ന് കഴിച്ചിലാക്കി തരുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. വളരെ അടിയന്തരമായി ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മൈത്ര ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ച് വളരെ സങ്കടകരമായി കാരുണ്യ മനസ്സുകളുടെ സഹായങ്ങളും കരുതലും പരിഗണനയും കിട്ടേണ്ട അടിയന്തരമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നോടൊപ്പം ആ വെസ്റ്റ് മാങ്കാവിലെ, തിരുവണ്ണൂരിലെ, കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആളുകളും ഒരു നാട് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനതീതമായി മതജാതി വർണ്ണത്തിനതീതമായി ഒന്നിച്ചിരിക്കുകയാണ്. 41 വയസ്സ് മാത്രം പ്രായമുള്ള അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 9-ാം തീയതി സ്വന്തം വീട് പണിക്കിടെ അവിടെ നിന്ന് കെട്ടിടത്തിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് തകരാറിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി ഇന്ന് മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഈ സഹോദരന്റെ ജീവൻ നിലനിർത്തി പോരുന്നത്. 3 മക്കളാണ്. 6+1 പഠിക്കുന്ന 7 വയസ്സുള്ള, അതേപോലെ തന്നെ 1.5 വയസ്സുള്ള ഒരു പൊടിമോനടക്കം ഒരു കുടുംബത്തിന്റെ ഈ ഉമ്മയുടെ ആകെയുള്ള പാത്തുമൈത്താണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മയുടെ ആകെ ഒരു ആശ്രയമാണ് നമുക്ക് മുമ്പിലുള്ള. ഒരു ദിവസം 55,000 രൂപ ആ മോന്റെ, ആ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണം. വേറെ ആരുമില്ല. എല്ലാ വാതിലുകളും അടഞ്ഞു. എല്ലാ മേഖലകളിലും നാട്ടുകാരും ആളുകളും പിരിവെടുത്തിട്ടാണ് ഈ മോന്റെ ജീവൻ നിലനിർത്തി കൊണ്ടുപോരുന്നത്. വളരെ സുതാര്യമായി MLA-യുടെയും MP-യുടെയും ജനങ്ങളുടെയും വാർഡ് മെമ്പറുടെയും ജനകീയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ്. ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് വളരെ സുതാര്യമായി ജനുവിനായി പാവപ്പെട്ട പ്രവാസികളടക്കം സാധാരണക്കാർ നൽകുന്ന 1 രൂപയാണ്. നമ്മൾ ആരുമല്ല നമ്മുടെ അബൂബക്കർ സിദ്ദീഖ്. പക്ഷേ കാരുണ്യ മനസ്സുകളായിട്ടുള്ള ആളുകൾ, നിങ്ങൾ 1 രൂപ ഇത് കണ്ട് ആ സമയം തന്നെ ഷെയർ ചെയ്യുന്നതിന് മുമ്പേ 1 രൂപയെങ്കിലും ഇവരുടെ ഗൂഗിൾ പേയിലേക്കോ ഫോൺ പേയിലേക്കോ അക്കൗണ്ടിലേക്ക് നൽകി ഈ ഉമ്മയുടെ പൊന്നുമകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കും. എന്റെ പ്രിയപ്പെട്ട എന്നെ കാണുന്ന ആളുകളോട് ഞാനൊരു നിമിത്തം മാത്രമാണ്, ജനങ്ങൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രം. നിങ്ങൾ കൈകൂപ്പി ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഉമ്മയുടെ, ഈ കുടുംബത്തിന്റെ, ഈ മക്കളുടെ അത്താണിയെ ജീവൻ നിലനിർത്താൻ, തിരിച്ചു കൊണ്ടുവരാൻ ഈ ജനങ്ങൾക്കൊപ്പം കാരുണ്യ മനസ്സുകൾ ഉണ്ടാവണമേ എന്ന് പടച്ച റബ്ബിന്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സങ്കടപ്പെട്ടു കേട്ടോ. ആൾക്കാരെല്ലാരും സഹായിക്കും. ഈ മക്കളെ ബാപ്പായിട്ട് തിരിച്ചു വരും കേട്ടോ. എല്ലാരും കാണുന്ന നല്ല മനസ്സുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ സഹായിക്കണം. വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ മക്കളെ, പൊന്നുപ്പയെ നമുക്ക് തിരിച്ചു കൊടുക്കണം. ഈ പൊടിക്കുഞ്ഞിന് ബാപ്പയെ നമുക്ക് നിലനിർത്തണം. വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ വളരെ ഇതായിട്ട് പറയുന്നത്. നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പൊന്നു സഹോദരനെ പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് എല്ലാവരോടും താഴ്മയായിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ ഓർത്തെങ്കിലും, ഈ മക്കളെ ഓർത്തെങ്കിലും, 2 പാവപ്പെട്ട പെൺകുട്ടികളെ ഓർത്തെങ്കിലും നിങ്ങൾ സഹായിക്കണേ, തട്ടിക്കളയരുത് എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ അബൂബക്കർ സിദ്ദീഖ് ഒരു അപകടത്തിൽപ്പെട്ട് വളരെ ഗുരുതരമായ അവസ്ഥയിലാണുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരുടെ ഒരു കടമയാണ് ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ധർമ്മം അനുഷ്ഠിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി വാർഡിലെ കൗൺസിലറാണ് ഞാൻ. എന്റെ വാർഡിലാണ് അബൂബക്കർ സിദ്ദീഖ് താമസിക്കുന്നത്. ഇവിടെ നേരത്തെ ഉമ്മായും അഡ്വക്കേറ്റും പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. നമ്മളെല്ലാവരും ആ പ്രദേശം ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ സിദ്ദീഖിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഈ അവസ്ഥയിലാണ് നല്ലവരായ ആളുകളുടെ ധനസഹായത്തിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കണ്ണ് ഓൾറെഡി നഷ്ടപ്പെട്ടു. തലയുടെ ഈ ഭാഗം പൂർണ്ണമായിട്ട് മാറി കാലിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പൊ തലയുടെ ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ നിലക്കും ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. തട്ടിക്കളയരുത്. എന്റെ പ്രവാസി സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ്. കേട്ടോ, ശരിയാവും. സിദ്ദീഖ് സഹായ കമ്മിറ്റിന്റെ കൺവീനറാണ്. വളരെ ദയനീയ അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ മൈത്ര ഹോസ്പിറ്റലിലെ അഡ്വക്കേറ്റ് ഷമീറിന്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിയോടെ വന്നൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് ഞങ്ങൾ സന്തോഷപൂർവ്വം തന്നെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതിലിത് കണ്ട് 1 രൂപ വേണമെങ്കിൽ 1 രൂപ, എത്ര രൂപ വേണമെങ്കിലും ഇതിന്റെ ആവശ്യം ഒരുപാടുണ്ട്. ടെൻഷൻ ഒന്നും ആവണ്ട, മാറുട്ടോ.
പ്രിയപ്പെട്ടവരെ, ഇനി നമ്മള് മാത്രമായി മോനുള്ളു, വേറെ ആരുമില്ല. ഈ ഉമ്മ നമ്മളെ ഉമ്മയായിട്ട് കണ്ടിട്ട് വേറെ ഒരു ഇവരെ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ സഹായിക്കണം, തട്ടിക്കളയരുത്.